തന്നെ സുധാകരനെതിരെ വ്യക്തിഹത്യക്കുള്ള ശ്രമം നടത്തിയാൽ സുധാകരനെ തോൽപ്പിക്കുക എളുപ്പമല്ല എന്ന് CPM-കാർ മനസ്സിലാക്കിയാൽ നിന്ന് അവര് സ്വയം കറക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അവര് കറക്റ്റ് ചെയ്തിട്ട് സുധാകരനോട് ഒപ്പം എത്താനാണ് നോക്കണ്ടത്. കാരണം സുധാകരൻ മോശക്കാരനാണ്, അതുകൊണ്ട് ഞങ്ങൾ നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. ഈ പിണറായിയുടെ ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യതയില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ മറ്റേ സ്തുതിപാടലിന്റെ മറ്റൊരു രൂപമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് സുധാകരനെ പോലെ ഇത്രയും മുതിർന്ന ഒരു നേതാവിന് ഒരിക്കലും കഴിയില്ല. അദ്ദേഹം സാറ് പറഞ്ഞതുപോലെ അമ്പിനും വില്ലിനും അടക്കില്ല, അദ്ദേഹത്തിന്റെ വഴിയെ മാത്രം പോയിട്ടുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും അത് തന്നെയാ പറഞ്ഞു. ഇപ്പൊ നീർക്കുന്ന സ്കൂളിലെ കാര്യമായാലും അദ്ദേഹം സത്യാഗ്രഹിക്കും. തെറ്റായ ഒരു കാര്യം അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം സത്യാഗ്രഹിക്കും. CPM-ന് എങ്ങനെയാ അതിനെ എതിരിടാൻ പറ്റുക? അപ്പൊ പ്രശ്നം സുധാകരനെ ഇപ്പോഴും പാർട്ടിക്ക് മനസ്സിലായിട്ടില്ല. സുധാകരന്റെ ഇഫക്റ്റ് എന്താണെന്ന് പാർട്ടിക്ക് ഇപ്പോഴും ബോധ്യം വന്നിട്ടില്ല. സുധാകരനെ ഇല്ലാണ്ടാക്കി സുധാകരനെ തെറി വിളിച്ചാൽ പാർട്ടിയുടെ അണികളൊക്കെ തിരിച്ചു വരുന്നതാണ് ഇവരുടെ വിചാരം. ഒരിക്കലും ഉണ്ടാവില്ല. അതാണ് CPM മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സുധാകരന് ജനങ്ങളുടെ കയ്യിൽ ഒരു അംഗീകാരമുണ്ട്. ആ അംഗീകാരം സുധാകരൻ ഇത്രയും കൊല്ലം പ്രവർത്തിച്ചു വന്നതിന്റെ ക്യാപിറ്റലാണ്. നേരെ മറിച്ച് ആ ക്യാപിറ്റലിന് തുല്യമായ ഒരു ക്യാപിറ്റൽ വെക്കാൻ കേരളത്തിൽ പിണറായി വിജയന് പോലും അങ്ങനെ ഒരു ക്യാപിറ്റൽ ഇല്ല. അഴിമതിയുടെ ഒരു കറ പുരളാത്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഇത്രയും കൊല്ലം PWD മിനിസ്റ്റർ, ദേവസ്വം മിനിസ്റ്റർ ഒക്കെ ആയിരുന്ന ആളാണ്, സഹകരണ മന്ത്രി ഒക്കെ ആയിരുന്ന ആളാണ്. ഇതിനെതിരെ ഒന്നും പറയാനില്ല. അപ്പോ അത് നേരെ മറിച്ച് CPM-ലെ പല മന്ത്രിമാർക്കെതിരെയും CPM-ലെ പല നേതാക്കൾക്കെതിരെയും അവരുടെ മക്കൾക്കെതിരെയും ഒക്കെ വലിയ ആരോപണം വരുന്ന ഒരു ഘട്ടത്തിൽ സുധാകരൻ എന്ന വ്യക്തിക്ക് നേരിടാൻ CPM-ന് വേറെ വഴി നോക്കേണ്ടി വരും എന്നാണ് ഞാൻ നോക്കുന്നത്.